Hello everyone. Today we are going to study more about nutrition and life processes. Okay, we already discussed what is nutrition, what is life process. Now in this session we are going to study the more about this chapter. So if you haven't watched the first part of this lesson, please go watch it. It's already in our channel. Okay, now let's move on to the topic. See, we already പഠിച്ചു എന്താണ് nutrition. Nutrition is of two types, okay? Autotrophic nutrition and heterotrophic nutrition. First, we are going to discuss what is autotrophic nutrition. Autotrophic ആയിട്ടുള്ള organisms, like what is autotrophic organisms means പ്ലാന്റ്സിനെയാണ് ഓട്ടോട്രോഫിക് ഓർഗാനിസം എന്ന് പറയുന്നത്. അവർ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നവരാണ്. അവരെയാണ് നമ്മൾ ഓട്ടോട്രോഫിക് ഓർഗാനിസം എന്ന് പറയുന്നത്. അവർ യൂസ് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഫോട്ടോസിന്തസിസ് പ്രോസസ്സ് യൂസ് ചെയ്തിട്ടാണ് ഇൻഓർഗാനിക് സബ്സ്റ്റൻസിനെ എനർജി റിച്ച് ഓർഗാനിക് compounds ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു by using the process of photosynthesis, and they are making food by their own. Okay, and this process fulfills their carbon and energy requirements. അവർക്ക് വേണ്ട എനർജിയും അവർക്ക് വേണ്ട കാർബണും അവർക്ക് വേണ്ട എല്ലാം ലൈക്ക് വാട്ട് എവർ ഫുഡ് ദേ നീഡ് ഇതെല്ലാം അവർ ഫോട്ടോസിന്തസിസ് പ്രോസസ്സ് വഴിയാണ് ചെയ്യുന്നത്. Autotrophic nutrition is defined as autotrophic organisms like plants are self-feeders. They use photosynthesis to convert inorganic substance to energy-rich organic compounds, and this process fulfills their carbon and energy requirements. So I think autotrophic nutrition എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാം. Now let's see what is photosynthesis process. Okay, ഈ plants എല്ലാം കാർബൺ ഡയോക്സൈഡും വാട്ടറും എടുക്കുന്നു ആൻഡ് ബൈ യൂസിങ് സൺലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ ആസ് എ ഗ്രീൻ പിഗ്മെൻറ്റ് ഓൺ ലീവ്സ്. ഓക്കെ, ആൻഡ് ഇതിനെ എല്ലാം കൂടെ അവർ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? കാർബോഹൈഡ്രേറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആൻഡ് ദിസ് കാർബോഹൈഡ്രേറ്റ്സ് ആർ റിക്വയർഡ് ഫോർ ദിയർ എനർജി ആൻഡ് ഫുൾഫിൽസ് ദിയർ ഫുഡ് റിക്വയർമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഫോട്ടോസിന്തസിസ് ദ പ്ലാന്റ്സ് ടേക്ക് ഇൻ കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ ആൻഡ് യൂസിങ് സൺലൈറ്റ് ആൻഡ് ക്ലോറോഫിലും സൺലൈറ്റും യൂസ് ചെയ്തിട്ടാണ് അവർ കാർബൺ ഡയോക്സൈഡും വാട്ടറും എടുക്കുന്നു ആൻഡ് കൺവേർട്ട് ദീസ് ഇൻ ടു കാർബോഹൈഡ്രേറ്റ്സ്. So CO2 plus H2O in presence of light and chlorophyll, we get glucose and oxygen. Okay, C6H12O6 ആണ് glucose and oxygen is O2. ഫോട്ടോസിന്തസിസ് പ്രോസസ്സ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഐ സേ വൺസ് മോർ. ഫോട്ടോസിന്തസിസ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് ഫോട്ടോസിന്തസിസ് പ്രോസസ്സ് ഫോർ ദിയർ എനർജി റിക്വയർമെൻറ്റ്. ആൻഡ് അവർ കാർബൺ ഡയോക്സൈഡും വാട്ടറും എടുക്കുന്നു ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ and convert them into glucose and oxygen. And this process is called photosynthesis. Through photosynthesis process, plants make carbohydrates. Okay, and these carbohydrates are produced by to provide energy to the plant. Okay, and excess ആയിട്ട് വരുന്ന carbohydrates ഇവർ starch ആയിട്ട് സ്റ്റോർ ചെയ്യും and serving as an internal energy reserve, and which is similar to that of how animals store energy as glycogen. ആനിമൽസ് എങ്ങനെ ഗ്ലൈക്കോജൻ സ്റ്റോർ ചെയ്യുന്നു അതേപോലെ തന്നെയാണ് പ്ലാന്റ്സ് എക്സസ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് സ്റ്റാർച്ച് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ലെറ്റ്സ് സീ ദ കീ ഇവൻറ്റ്സ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്. നമുക്ക് ഫോട്ടോസിന്തസിസ് നടക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലായി. കാർബൺ ഡയോക്സൈഡ്, വാട്ടർ, ലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ, ഇത്രയും സാധനങ്ങൾ വേണം. അതെങ്ങനെയൊക്കെയാണ് നടക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് പ്രോസസ് ഈസ് അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് എനർജി. ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യണം. ആരാണ് ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നത് പ്ലാന്റിൽ? ക്ലോറോഫിൽ ഈസ് എ ഗ്രീൻ പിഗ്മെൻറ്റ് ഇൻ ദ ലീഫ്, വി നോ ദാറ്റ്. ഓക്കെ, ഈ ക്ലോറോഫിലാണ് ലൈറ്റ് എനർജീനെ അബ്സോർബ് ചെയ്യുന്നത്. ആൻഡ് ഈ ലൈറ്റ് എനർജീനെ കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ദാറ്റ് ഈസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്, കൺവേർഷൻ ഓഫ് എനർജി. ഓക്കെ, എനർജീനെ കൺവേർട്ട് ചെയ്യുന്നു ടു കെമിക്കൽ എനർജി. എന്നിട്ട് വാട്ടർ മോളിക്യൂൾസ് എന്ത് ചെയ്യും? വാട്ടർ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഇസ് H2O. അവിടെ ഹൈഡ്രജനും ഉണ്ട് ഓക്സിജനും ഉണ്ട്. ദിസ് വാട്ടർ മോളിക്യൂൾ സ്പ്ലിറ്റ് ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ആൻഡ് പിന്നെ കാർബൺ ഡയോക്സൈഡിനെ നമ്മൾ കാർബോഹൈഡ്രേറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് ഫോട്ടോസിന്തസിസിലെ key events. Okay, absorption of light energy, conversion of light energy into chemical energy, water molecules split into hydrogen and oxygen, and carbon dioxide is reduced to carbohydrate. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ കാർബൺ ഡയോക്സൈഡ് പ്ലാന്റ്സ് ഒബ്റ്റെയിൻ ചെയ്യുന്നതെന്ന്. ഓക്കെ, ആൻഡ് പ്ലാന്റ്സ് ഒബ്റ്റെയിൻ കാർബൺ ഡയോക്സൈഡ് ത്രൂ സ്റ്റൊമാറ്റ വഴിയാണ് പ്ലാന്റ്സ് കാർബൺ ഡയോക്സൈഡിനെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. സോ വാട്ട് ഇസ് സ്റ്റൊമാറ്റ ഇസ് എ ടൈനി പോർസ് ഓൺ ദ സർഫസ് ഓഫ് ലീവ്സിൻ്റെ മുകളിലുള്ള അല്ലെങ്കിൽ ലീവ്സിൻ്റെ സർഫസിലുള്ള ടൈനി പോർസിനെയാണ് നമ്മൾ സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദ സ്റ്റൊമാറ്റ ഫെസിലിറ്റേറ്റ് ഗേഷ്യസ് എക്സ്ചേഞ്ച്. ഗേഷ്യസ് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പം നമ്മുടെ ഈ കാർബൺ ഡയോക്സൈഡ് പ്ലാന്റ്സ് ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് ഇതുവഴിയാണ് സ്റ്റൊമാറ്റ വഴി കാർബൺ ഡയോക്സൈഡ് അകത്തേക്ക് കയറുന്നു. ആൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ഫോട്ടോസിന്തസിസ് ദേ പ്രൊഡ്യൂസ് ഓക്സിജൻ. വി നോ ദാറ്റ്. ഈ ഓക്സിജനും പുറത്തേക്ക് വരുന്നത് ഇതുവഴിയാണ്, ഈ സ്റ്റൊമാറ്റ വഴിയാണ്. So this is gaseous exchange. So stomata facilitate gaseous exchange. So stomata, these pores open and close based on the need of the plant. പ്ലാന്റ്സിന് ആവശ്യമുള്ളപ്പോഴാണ് ഈ സ്റ്റൊമാറ്റ പോർസ് ഓപ്പൺ ആവുന്നതും ക്ലോസ് ആവുന്നതും എല്ലാം. ഓക്കെ, ആൻഡ് ദ ഗാർഡ് സെൽസ് കൺട്രോൾ ദ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമാറ്റ ബൈ സ്വെല്ലിംഗ് ആൻഡ് ഷ്രിങ്കിങ് ഇൻ റെസ്പോൺസ് ടു വാട്ടർ ഫ്ലോ. അവിടെ വാട്ടർ ഫ്ലോ നടക്കുമ്പോഴാണ് ഈ സ്റ്റൊമാറ്റ ക്ലോസ് ആവുന്നതും അതേപോലെ ഓപ്പൺ ആവുന്നതും ബൈ ദ പ്രോസസ് ഓഫ് സ്വെല്ലിംഗ് ആൻഡ് ഷ്രിങ്കിങ്.
വെള്ളം കൂടുമ്പോൾ അവിടെ സ്വെല്ലിംഗ് ഉണ്ടാവും, വെള്ളം ഇറങ്ങി പോകുമ്പോൾ അവിടെ എന്താ ഉണ്ടാവും, ഷ്രിങ്ക് ആകും അതല്ലേ. ആൻഡ് ഇതെല്ലാം ഈ സ്റ്റൊമാറ്റോയിലെ ഗാർഡ് സെൽസ് എന്ന് പറഞ്ഞാൽ 2 സെൽസ് ഉണ്ട്. ദീസ് ഗാർഡ് സെൽസ് ആർ ദി ലൈക്ക് ഒരു ബീൻ ഷേപ്ഡ് സെൽസ് ആണ് ഈ ഗാർഡ് സെൽസ് എന്ന് പറയുന്നത്. ഈ ഗാർഡ് സെൽസ് ആണ് ഈ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് ദ സ്റ്റൊമാറ്റോ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ലെറ്റ്സ് സീ ദ ഫിഗർ. വെരി ഇമ്പോർട്ടൻറ്റ് ഫിഗറാണ് സ്ട്രക്ചർ ഓഫ് സ്റ്റൊമാറ്റോ. ഇതിനകത്ത് നമുക്ക് സ്റ്റൊമ ഓപ്പണും സ്റ്റൊമ ക്ലോസ്ഡും കാണാം. ലുക്ക് അറ്റ് സ്റ്റൊമ ഓപ്പൺ. ഓക്കെ, അതിനകത്ത് നമുക്ക് ഗാർഡ് സെൽസ് കാണാൻ പറ്റും. ദാറ്റ് ബീൻ ഷേപ്ഡ് സെൽസിനെയാണ് ഗാർഡ് സെൽസ് എന്ന് പറയുന്നത്. ആൻഡ് അതിനകത്ത് ബ്ലൂ കളേർഡ് ആയിട്ടുള്ള 2 സെൽസ് കണ്ടു, അതാണ് വാക്യൂൾ. ആൻഡ് അതിനകത്ത് തന്നെ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് ഔട്ട്സൈഡ് സെൽസ് ആണ് എപ്പിഡെർമൽ സെൽസ്. ആൻഡ് ഇതിനകത്ത് ഇന്നർ തിക്ക് വോളാണ് അവർക്കുള്ളത്, നല്ല തിക്കായിട്ടുള്ള ഇന്നർ വോൾസ് ആണ് അവർക്കുള്ളത്. ആൻഡ് നടുക്ക് ഈ ബീൻ ഷേപ്ഡ് സെൽസിൻ്റെ നടുക്കുള്ള സ്പേസ് കണ്ടോ, അതാണ് സ്റ്റൊമാറ്റൽ പോർ. ആൻഡ് ദർ ഇസ് എ ന്യൂക്ലിയസ്. ആൻഡ് പുറത്തെ വോളെന്ന് പറയുന്നത് തിൻ വോളാണ്. ഓക്കെ, ഇതാണ് നമുക്ക് ഒരു സ്റ്റൊമാറ്റോയിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഗാർഡ് സെൽസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മാർക്കറ്റ്, വാക്യൂൾ, ക്ലോറോപ്ലാസ്റ്റ്, ഇതൊക്കെ മാർക്ക് ചെയ്യണം കേട്ടോ. പിന്നെ നമുക്ക് സ്റ്റൊമ ക്ലോസിനകത്ത് നമുക്ക് ആ സ്റ്റൊമാറ്റൽ പോർ കാണാൻ പറ്റത്തില്ല, ബിക്കോസ് ഇത് ക്ലോസ് ആയി കണ്ടോ. ഗാർഡ് സെൽസ് രണ്ടും കൂടെ അടുത്താണ് ഇരിക്കുന്നത്, അതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റത്തില്ല. സ്ട്രക്ചർ ഓഫ് സ്റ്റൊമാറ്റോ ആൻഡ് സ്റ്റൊമാറ്റോ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓട്ടോട്രോപ്സിന് വേറെ കുറച്ച് റോ മെറ്റീരിയൽസും കൂടെ വേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇസ് വാട്ടർ. വി നോ വാട്ടർ ഇസ് അബ്സോർബ് ഫ്രം വെയർ, ഫ്രം ദ സോയിൽ ബൈ ദ റൂട്ട്സ്. റൂട്ട്സ് ആണ് വാട്ടറിനെ അബ്സോർബ് ചെയ്യുന്നത് ഫ്രം ദ സോയിൽ. പിന്നെ വേണ്ടത് നൈട്രജൻ, ഫോസ്ഫറസ്, അയൺ ആൻഡ് മാഗ്നീഷ്യം. നൈട്രജൻ പ്ലാന്റ്സിന് വളരെയധികം ക്രൂഷ്യലായിട്ട് വേണ്ട ഒരു സാധനമാണ്, ബിക്കോസ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സിന്തസൈസിങ് പ്രോട്ടീൻസ് സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാന്റ്സിന് വേണ്ട ഒരു റോ മെറ്റീരിയലാണ് നൈട്രജൻ. ആൻഡ് അതർ കോമ്പൗണ്ട്സ്, ബാക്കിയുള്ള കോമ്പൗണ്ട്സും അതേപോലെ തന്നെ. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദാറ്റ്. ഇതൊന്നെങ്കിൽ നൈട്രജൻ അബ്സോർബ് ചെയ്യുന്നത് ഇൻഓർഗാനിക് നൈട്രേറ്റ്സ് ആയിട്ടോ അല്ലെങ്കിൽ നൈട്രൈറ്റ്സ് ആയിട്ടോ അല്ലെങ്കിൽ ബാക്ടീരിയ തന്നെ ഇതിനെ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ ദേ അബ്സോർബ് ആസ് ഓർഗാനിക് കോമ്പൗണ്ട്സ് പ്രിപ്പയർഡ് ബൈ ദ ബാക്ടീരിയ. Okay, water, nitrogen, phosphorus, iron and magnesium. These are the other raw materials needed by an autotroph. Okay. നമുക്കിനി 3 എക്സ്പെരിമെൻറ്റ്സ് നോക്കാം. ദ ഫസ്റ്റ് വൺ ഇസ് വേരിജിനേറ്റഡ് ലീഫ് എക്സ്പെരിമെൻറ്റ്. ഈ എക്സ്പെരിമെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു ആക്ടിവിറ്റി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ക്ലോറോഫിൽ ഇസ് വെരി മച്ച് എസെൻഷ്യൽ ഫോർ ഫോട്ടോസിന്തസിസ്. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. അതും ക്ലോറോഫിൽ ഗ്രീൻ പാർട്സ് ഓഫ് ദ പ്ലാന്റ്സിൽ മാത്രമേ എന്തുള്ളൂ, ക്ലോറോഫിലുള്ളൂ അല്ലേ. അവരെന്ത് ചെയ്യും, സ്റ്റാർച്ച് പ്രൊഡ്യൂസ് ചെയ്യും, സൺലൈറ്റിന് എക്സ്പോസ് ചെയ്ത് വെച്ച് കഴിയുമ്പോഴാണ് എന്നാണ് പറയുന്നത്. ഈ എക്സ്പെരിമെൻറ്റ് വെച്ച് നമ്മൾ അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. ഈ എക്സ്പെരിമെൻറ്റിൻ്റെ ഫിഗർ നമുക്ക് അടുത്ത പേജിൽ കാണാം. സോ നമ്മളൊരു ഗ്രീൻ പാർട്ട് ഓഫ് ദ പ്ലാന്റ് സൺലൈറ്റിന് മുമ്പിൽ വെച്ച് കഴിയുമ്പോൾ അവിടെ സ്റ്റാർച്ച് പ്രൊഡക്ഷൻ ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെയായിരിക്കും മാറുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും ഈ വേരിജിനേറ്റഡ് ലീഫ് എക്സ്പെരിമെൻറ്റ്. സെക്കൻഡ് വൺ ഇസ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എക്സ്പെരിമെൻറ്റ്. ഈ എക്സ്പെരിമെൻറ്റ് കാണിക്കുന്നത് കാർബൺ ഡയോക്സൈഡ് ഇസ് നെസസറി ഫോർ ദിസ് ഫോട്ടോസിന്തസിസ്. വേരിജിനേറ്റഡ് ലീഫ് എക്സ്പെരിമെൻറ്റിൽ ക്ലോറോഫിൽ ഇസ് എസെൻഷ്യൽ ഫോർ ഫോട്ടോസിന്തസിസ് ആണെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എക്സ്പെരിമെൻറ്റിൽ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് കാർബൺ ഡയോക്സൈഡ് ഇസ് നെസസറി ഫോർ ഫോട്ടോസിന്തസിസ്. അപ്പോൾ പ്ലാന്റ്സ് വിത്ത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, പ്ലാന്റ്സിനോട് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് വിൽ അബ്സോർബ് കാർബൺ ഡയോക്സൈഡ്. അപ്പോൾ അവിടെ സ്റ്റാർച്ച് പ്രൊഡക്ഷൻ നടക്കത്തില്ല. ബട്ട് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് വെക്കാത്ത പ്ലാന്റ്സിൻ്റെ അവിടെ സ്റ്റാർച്ച് പ്രൊഡക്ഷൻ നടക്കും, ബിക്കോസ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ കാർബൺ ഡയോക്സൈഡ് അബ്സോർബ് ചെയ്യുന്നില്ല. ഓക്കെ, ആ എക്സ്പെരിമെൻ്റാണ് രണ്ടാമത്തെ. അതിൻ്റെ ഫിഗർ നമുക്ക് നോക്കാം, അപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. മൂന്നാമത്തെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് സൺലൈറ്റ് എക്സ്പെരിമെൻറ്റ്. എന്നുവെച്ചാൽ സൺലൈറ്റ് ഇസ് എസെൻഷ്യൽ ഫോർ ഫോട്ടോസിന്തസിസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എക്സ്പെരിമെൻറ്റ് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്ലാന്റിനെ എടുത്ത് നമ്മൾ സൺലൈറ്റ് ഉള്ളിടത്ത് വെക്കും, ഒരു പ്ലാന്റിനെ എടുത്ത് ഡാർക്ക് റൂമിലും വെക്കും. എന്നിട്ട് രണ്ടിടത്തും സ്റ്റാർച്ച് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടോ നോക്കും. ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്, ദാറ്റ് ഇസ് വേരിജിനേറ്റഡ് ലീഫ് എക്സ്പെരിമെൻറ്റ്. ഇതിനകത്ത് നോക്കിയേ, വേരിജിനേറ്റഡ് ലീഫ് ബിഫോർ സ്റ്റാർച്ച് ടെസ്റ്റിന് മുമ്പത്തെ ലീഫ് തന്നിട്ടുണ്ട്, ആഫ്റ്റർ ദ സ്റ്റാർച്ച് ടെസ്റ്റിനുള്ള ലീഫും തന്നിട്ടുണ്ട്. ഈ ബിഫോർ ദ സ്റ്റാർച്ച് ടെസ്റ്റിനുള്ള ലീഫ് നോക്കി അതിനകത്ത് ക്ലോറോഫിൽ പാർട്ടുണ്ട്, അല്ലാതെ ഇങ്ങനെ യെല്ലോ കളറിൽ, ഇപ്പോൾ ലീഫ് എടുത്ത് കഴിയുമ്പോൾ ചിലപ്പം പച്ച കളറിലും കാണും, കുറച്ചെടുത്ത് യെല്ലോ കളറിലും കാണും അല്ലേ. ആ ഗ്രീൻ പാർട്ടിൻ്റെ അവിടെ ആയിരിക്കും നമ്മുടെ സ്റ്റാർച്ച് പ്രൊഡക്ഷൻ നടക്കുന്നത്. യെല്ലോ പാർട്ടിൻ്റെ അവിടെ സ്റ്റാർച്ച് പ്രൊഡക്ഷൻ നടക്കത്തില്ല, ബിക്കോസ് ഗ്രീൻ പാർട്ട് കണ്ടെയ്ൻസ് വാട്ട്, ക്ലോറോഫിൽ. ആൻഡ് ക്ലോറോഫിൽ എന്താണ് ചെയ്യുന്നത്, ക്ലോറോഫിൽ വിൽ അബ്സോർബ് ദി സൺലൈറ്റ്, റൈറ്റ്. അതുകൊണ്ട് തന്നെ അവിടെ ആയിരിക്കും സ്റ്റാർച്ച് പ്രൊഡക്ഷൻ നടക്കുന്നത്. ആ യെല്ലോ പാർട്ടിൽ സ്റ്റാർച്ച് പ്രൊഡക്ഷൻ നടക്കത്തില്ല. നമ്മളിനി സ്റ്റാർച്ച് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആഫ്റ്റർ ദി സ്റ്റാർച്ച് ടെസ്റ്റ്, അപ്പോൾ നോക്കിയേ, ഏരിയ എഫക്റ്റഡ് ബൈ സ്റ്റാർച്ച് ടെസ്റ്റ് എഫക്റ്റ് ചെയ്ത സ്റ്റാർച്ച് ഉണ്ടോ നോക്കിയ ആ പാർട്ടിൻ്റെ അവിടെയാണ് ബ്ലൂ ബ്ലാക്ക് കളർ വന്നിരിക്കുന്നത്, ബാക്കിയുള്ളിടത്ത് കളർലെസ്സുമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഗ്രീൻ പാർട്ടുള്ളിടത്ത് മാത്രമേ ബ്ലൂ ബ്ലാക്ക് കളർ വന്നിട്ടുള്ളൂ, ബിക്കോസ് അവിടെ മാത്രമേ എന്തുള്ളൂ, ക്ലോറോഫിലുള്ളൂ, ബാക്കിയുള്ളിടത്ത് ക്ലോറോഫിൽ ഇല്ല. അതുകൊണ്ടാണ് അവിടെ കളർലെസ് ആയിട്ട് ഇരിക്കുന്നത്. സോ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്, ക്ലോറോഫിൽ ഇസ് നെസസറി ഫോർ ഫോട്ടോസിന്തസിസ്. ക്ലോറോഫിൽ ഇല്ലാത്ത പാർട്ടിൽ അവിടെ എന്തായിരുന്നു, യെല്ലോ കളർ ഉള്ളിടത്ത് കളർലെസ് ആയിട്ടിരുന്നു.
സെക്കൻഡ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എക്സ്പെരിമെൻ്റ് ആയിരുന്നു. അവിടെ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് നെസസറി ഫോർ ഫോട്ടോസിന്തസിസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ പ്രോസസ്സ് അല്ലെങ്കിൽ ആ എക്സ്പെരിമെൻറ്റ് നമ്മൾ നടത്തിയത്. രണ്ട് പോട്ട് ഓഫ് പ്ലാന്റ് എടുക്കുന്നു. ഒരു പോട്ട് ഓഫ് പ്ലാന്റിനെ നമ്മൾ ഒരു ബെൽജാറിനകത്ത് രണ്ട് പ്ലാന്റ്സിനെ നമ്മൾ ബെൽജാറിനകത്ത് വെക്കുന്നു. അതിൽ ഒരു ബെൽജാറിനകത്ത് നമ്മൾ വാച്ച് ഗ്ലാസ്സിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് വെക്കുന്നുണ്ട്, മറ്റേതിനകത്ത് വെക്കുന്നില്ല. ആ ഒരു വാച്ച് ഗ്ലാസ് വെച്ച് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് വാച്ച് ഗ്ലാസ് വെച്ചിരിക്കുന്ന ബെൽജാറിൻ്റെ അകത്ത് നമുക്ക് കാണാം പ്ലാന്റ് ഭയങ്കര ഒരു ഹെൽത്തി അല്ലാതായിട്ടാണ് നിൽക്കുന്നത്. മീൻസ് അവർക്കൊരു എനർജി ഇല്ല. ഓക്കെ, മറ്റേത് നല്ല എനർജറ്റിക് ആയിട്ടാണ് ആ പ്ലാന്റ് നിൽക്കുന്നത്. ബിക്കോസ് അവിടെ സ്റ്റാർച്ച് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ഇവിടെ സ്റ്റാർച്ച് പ്രൊഡക്ഷൻ നടക്കുന്നില്ല. ബിക്കോസ് ഇവിടെ അവർ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്ത് ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ അവിടെ സ്റ്റാർച്ച് പ്രൊഡക്ഷൻ നടക്കാത്തത് കൊണ്ടാണ് ആ പ്ലാന്റ് ഇസ് നോട്ട് ഹെൽത്തി. ദ അതർ പ്ലാന്റ് ഇസ് വെരി ഹെൽത്തി. എക്സ്പെരിമെൻറ്റ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തേർഡ് എക്സ്പെരിമെൻറ്റ് ഈസ് വെരി ഈസി. സൺലൈറ്റ് ഉള്ളിടത്ത് നമ്മളൊരു പ്ലാന്റ് വെക്കുന്നു, ഡാർക്ക് റൂമിലൊരു പ്ലാന്റ് വെക്കുന്നു. അതായിരുന്നല്ലോ തേർഡ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഡാർക്ക് റൂമിൽ സൺലൈറ്റ് ഉണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ ലൈറ്റ് എനർജി വിൽ നോട്ട് ബി കൺവേർട്ടഡ് ടു കെമിക്കൽ എനർജി, അല്ലെങ്കിൽ ക്ലോറോഫിലിന് ലൈറ്റ് അബ്സോർബ് ചെയ്യാൻ ലൈറ്റ് അവിടെ ഇല്ലല്ലോ. മറ്റേടത്താണെങ്കിൽ ലൈറ്റ് ഉള്ളിടത്ത് നമ്മൾ പ്ലാന്റിനെ വെക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ക്ലോറോഫിൽ വിൽ അബ്സോർബ് ദ ലൈറ്റ് എനർജി ആൻഡ് ലൈറ്റ് എനർജി വിൽ ബി കൺവേർട്ടഡ് ടു കെമിക്കൽ എനർജി. ദെയർ ബൈ സ്റ്റാർച്ച് പ്രൊഡക്ഷൻ നടക്കും. ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്താണെന്നുള്ളത് ഇതോടെ കംപ്ലീറ്റ് ആവുകയാണ്. ഐ തിങ്ക് എല്ലാവർക്കും ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്താണെന്ന് മനസ്സിലായി കാണും. ആൻഡ് വിൽ ഡിസ്കസ് അബൌട്ട് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ ആൻഡ് ദ റിമൈനിങ് പാർട്ട് ഓഫ് ദിസ് ചാപ്റ്റർ ഇൻ അനദർ സെഷൻ.